കാത്തു കാത്തിരുന്നൊരു കല്യാണം. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞത് സമയമാണ്, അത് നടക്കേണ്ട സമയത്തേ നടത്തുള്ളൂ. അപ്പം നമുക്കും പെണ്ണ് കിട്ടുമല്ലേ? ജെയിൻ ക്രിസ്റ്റഫർ സംവിധാനം ചെയ്ത് ചെറുകര ഫിലിംസിൻ്റെ ബാനറിൽ മനോജ് ചെറുകര നിർമ്മിച്ച ഒരു ചിത്രമാണ് കാത്തു കാത്തിരുന്നൊരു കല്യാണം. ഈ മനോജ് ചെറുകര എൻ്റെ ഡാഡിയുടെ സുഹൃത്താണ്. സോ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അച്ഛനോട് പറഞ്ഞായിരുന്നു, അച്ഛാ നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ സിനിമ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ കാണാൻ പറയത്തുള്ളൂ, മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ എന്ന്. ഞാനും വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ ലോ ബഡ്ജറ്റിൽ ഇറക്കുന്ന ഒരു സാധാ ചിത്രം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വളരെ നല്ലൊരു സിനിമയായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ പോലും അവസാനത്തെ സീനൊക്കെ കണ്ട് ഇമോഷണലായി ചുറ്റിരുന്നവർ കൈയടിച്ചിട്ട് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതായത് നമ്മൾ അറിയാം, ഇന്നത്തെ കാലത്ത് ഹോളിവുഡിലും ബോളിവുഡിലും എല്ലാം ഒരുപാട് പൈസ മുടക്കി ചുമ്മാ ചില ചവർ കണക്കിന് സിനിമ ഇറക്കി ഒരു ക്വാളിറ്റിയോ, അതായത് കഥയെന്ന് പറയുന്ന സാധനം വഴിക്കൂടെ പോലും പോകാത്ത ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളവനാണ് ഞാൻ. സോ എനിക്കറിയാം ഒരു സിനിമ എന്താണ്, ആ സിനിമ എത്രത്തോളം ആസ്വദിക്കാം എന്നൊക്കെ. അപ്പം ഒരു സിനിമയ്ക്ക് ആ സിനിമ ആസ്വദിക്കാനുള്ള എല്ലാ കാര്യവും ഈ കാത്തുകാത്തിരുന്നൊരു കല്യാണത്തിൽ എന്ന സിനിമയ്ക്കുണ്ട്. കാരണം ചിരിക്കാനാണെങ്കിൽ ചിരിക്കാൻ, ഇനി അവസാനത്തെ സീനൊക്കെ വരുമ്പം നമുക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഏതൊരു പ്രേക്ഷകനും മനസ്സിൽ നിന്ന് ഒരു കരച്ചിലൊക്കെ വരാനുള്ള സാധനം സിനിമയ്ക്കകത്തുണ്ട്. അത് എല്ലാ സിനിമയ്ക്കും പറ്റുന്നതല്ല പ്രേക്ഷകരുടെ ഇമോഷൻ പുറത്തു കൊണ്ടുവരാൻ. പക്ഷേ ഈ സിനിമയ്ക്ക് അതിന് സാധിച്ചു. നമുക്കറിയാം, മൊത്തം പുതുമുഖങ്ങളായിരുന്നു. എല്ലാ പുതുമുഖങ്ങളെ കൊണ്ട് ഒരു ലോ ബഡ്ജറ്റ് ഒരുങ്ങിയ ഒരു സിനിമയാണിത്. എങ്കിൽ പോലും വളരെ ഈ ഫാമിലി പടങ്ങളും ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും എന്തായാലും കണ്ടിരിക്കാൻ ഞാൻ ഉറപ്പ് തരുന്നു, അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു സിനിമയാണ് കാത്തുകാത്തിരുന്നൊരു കല്യാണം.